ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ അല്ല കേട്ടോ, എല്ലാവരും ആഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ പുറകെ കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ തന്നെ ഒരു ചൈന ഡോളിൻ്റെ പ്ലാന്റൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അരേലിയ പ്ലാന്റാണ്. നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒരു അരേലിയ പ്ലാന്റ്. ഇതാ കണ്ടോ, ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല അസല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ചെടികളൂടെ ഇതിൽ കാണിച്ചു തരാം. ഇതായത് എൻ്റെ 2 അമ്പലക്കുളങ്ങളാണ്. ഇതുവരെ പോയിട്ടിട്ടില്ല. ഇതിനടുത്തായിട്ട് നിൽക്കുന്ന ഒരു റോസ് കണ്ടോ, ഇത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്കൊന്ന് വളത്തിൻ്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല. പൂവിന് കളർ വന്നിട്ടില്ല. അടുത്ത് തന്നെ കളർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഈ അമ്പൽക്കുളത്തിൽ 2 പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മഴ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. കണ്ടോ, 2 അമ്പൽപ്പൂ വിടർന്നു വന്നതാണ്. പക്ഷെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും ചുരുങ്ങി വാടിയിട്ടില്ല. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊക്കെ എൻ്റെ ഫാലനോപ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇത്രയും പൂക്കളാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത്. ഇത് മഴ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് പൂവിൻ്റെ ഇതളകളൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഫലനോപ്സ് കൊണ്ട് വിരിയാനുണ്ട്. പക്ഷെ അതിൽ പൂവായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചേക്കണത്. ഇതൊക്കെയാണ് എൻ്റെ ചെടികളുടെ വിശേഷങ്ങൾ. ഇനി ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇതാണ് നമ്മൾ ഐസി മെത്തേഡിനെ പറ്റി എന്ന് പറയാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് അതിന് വാങ്ങി വെച്ച കവറുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനൊരു കവർ വാങ്ങി അതൊന്ന് ആ രീതിയിലൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഒത്തിരി പേര് പല തരത്തിലാണ് ഐസ് ചെയ്തേക്കുന്നത്. ഇനി ഐസിയിൽ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബോഗൻവില്ലയ്ക്ക് ഐസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മണൽ. ഇതിൽ മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ചകിരിച്ചോറും അതുപോലെ തന്നെ പിന്നെ ചാണകപ്പൊടിയൊക്കെ ചേർക്കേണ്ട ആളുകൾ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെ നട്ടാലും എനിക്ക് അത്യാവശ്യത്തിന് പേര് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് മണ്ണും മണലും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേക്കണം. കണ്ടോ, മണലാണ് ആ കാണുന്നത്. കണ്ടോ, ഇതും മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണത്. ഇനി നമ്മൾ ഇതെല്ലാം ആ കവറിൽ നിറക്കാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെ ഞാൻ കവറിൽ നിറച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം കേട്ടോ. ഒത്തിരി വെള്ളമൊന്നുമല്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. ഇനി ഈ കമ്പ് നമ്മൾ എടുത്തിട്ട് അതിനെ താഴെയായിട്ട് ചരിച്ചാണ് ഒന്ന് മുറിച്ചേക്കുന്നത് നടാനായിട്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത് കറ്റാർവാഴ അടുത്തിരിക്കുന്നുണ്ട്. കറ്റാർവാഴ മുക്കിയിട്ടാണ് ഞാനത് നട്ടിട്ടുള്ളത്. കണ്ടോ, ഒരു ചെറിയൊരു കൈ വെച്ച് നമ്മളിങ്ങനെ അമർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഈ കമ്പ് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുകയാണ്. ഇനി വീഡിയോ ഒക്കെ ഞാൻ രാത്രി കണ്ടുകൊടുത്തത്, അതുകൊണ്ട് വീടിനകത്തുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ആ കമ്പ് ഇതുപോലെ നട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു കവർ എടുക്കുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിലുള്ളൊരു കവർ എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഏതാണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഒത്തിരി ചട്ടിയിൽ കമ്പുകളൊക്കെ എല്ലാം നട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കവർ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോ വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല രീതികളൊക്കെ കാണാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അധികം വെയിൽ വരാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് ഒത്തിരി വെയിൽ കൊള്ളാത്ത രീതിയിൽ ഇതിനെ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് വേര് വരുന്നതൊക്കെ കാണാം. അതുപോലെ ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് അധികം വെയിൽ വരാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് ഒത്തിരി വെയിൽ കൊള്ളാത്ത രീതിയിൽ ഇതിനെ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ഇനി നമുക്കിത് അധികം വെയിൽ വരാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് ഒത്തിരി വെയിൽ കൊള്ളാത്ത രീതിയിൽ ഇതിനെ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് വേര് വരുന്നതൊക്കെ കാണാം. അതുപോലെ ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നട്ടുപിടിച്ചിട്ടുള്ള കമ്പുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചട്ടി തന്നെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവർ അതിന് മുകളിൽ കൂടി ഇട്ടിട്ട് കെട്ടി വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഐസ് ചെയ്തെടുത്താണ് ഈ പ്ലാന്റുകളൊക്കെ. ഇതെല്ലാം ഇനി ഒരു ഇതായി കഴിഞ്ഞപ്പോഴേക്കും ചില പ്ലാന്റുകളൊക്കെ നമ്മൾ വലിയ ചട്ടികളിലേക്ക് മാറ്റി നട്ടേക്കുന്നതാണ് ഇതൊക്കെ. ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വേരും അത്യാവശ്യം ഇലകളൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും വളരെ പതുക്കി എടുത്തിട്ട് വലിയ ചട്ടികളിലേക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഐസിയിൽ വയ്ക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, അതിൽ ഇലകളൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൽ തട്ടി നിൽക്കുന്ന ഈർപ്പം അധികം ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളൊരു 30 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ചെടിയുടെ കവറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെടികളിൽ ആ ഫംഗസ് ഒന്ന് ഒഴിവാൻ ഒരു പരിധിവരെയൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ആദ്യ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ
ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ കട്ടിങ്ങിന് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ അല്പം സാഫ് ഇട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് ഒക്കെ വരാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും കേട്ടോ. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അതിനൊക്കെ ഞാൻ മറുപടിസ് അതിലൂടെ അറിയിക്കുന്നതാണ്. അതുപോലെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയും ഈ ഒരു ചാനലിൽ കൂടി തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണാം. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പ്ലാന്റ് വാങ്ങിയവരൊക്കെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.